الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، قال شيخ الإسلام المجدد محمد بن عبد الوهاب ابن سليمان التميمي رحمه الله: باب قول الله عز وجل: يعرفون نعمة الله ثم ينكرونها. കിതാബ് തൗഹീദിലെ 41-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് ഒരു ആയത്താണ് ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ളത്. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, നിഅമത്ത്, അത് അവർക്കറിയാം, അള്ളാഹുവിൽ നിന്നാണ് എന്നറിയാം. സുമ്മ യുൻകിറൂനഹ, പിന്നെ അവരത് നിഷേധിക്കുന്നു. മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ സലഫുകൾ പറഞ്ഞിട്ടുള്ള ചില അസറുകൾ ശൈഖുൽ ഇസ്ലാം തുടർന്ന് കൊടുത്തിരിക്കുന്നു. ഖാല മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ്, താബിഈയായ ഇമാമാണ്, അദ്ദേഹം പറഞ്ഞു: ഹുവ ഖൗലു റജുൽ, ഒരു മനുഷ്യൻ പറയുന്നതിനെ കുറിച്ചാണ് അള്ളാഹു തആല പറയുന്നത്. എന്താണ് പറയുക? ഹാദാ മാലി വരിസ്തുഹു അൻ ആബായി, എൻ്റെ കയ്യിലുള്ള ഈ സമ്പത്ത് ഇത് എന്റേതാണ്. അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വരിസ്തുഹു അൻ ആബായി, എൻ്റെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് ഞാൻ അനന്തരമായി എടുത്തതാണ്. അഥവാ അള്ളാഹു നൽകിയ പണം, സമ്പത്ത് എന്നുള്ള നിഅമത്ത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നറിയാം. അള്ളാഹു ഉദ്ദേശിച്ചവർക്കേ സമ്പത്ത് ലഭിക്കുകയുള്ളൂ. വഅന്നഹു ഹുവ അഗ്ന വ അഖ്ന, അവനാണ് താൻ ഉദ്ദേശിക്കുന്നവരെ സമ്പന്നരാക്കുന്നത്. യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ റിസ്ക് നൽകുന്നു. യബ്സുതു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി വയഖ്ദിറു അലൈഹി, അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞെരുക്കമുള്ളതാക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവൃത്തികളാണ്. ഇതൊക്കെ അറിയാം. എന്നിട്ടും മനുഷ്യൻ പറയും, ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ എൻ്റെ പൂർവികന്മാരുടെ അനന്തരസ്വത്തായി എനിക്ക് കൈമാറി കിട്ടിയതാണ്. അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ അനുഗ്രഹങ്ങളെ അവനവനിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വ്യക്തികളിലേക്ക്, സൃഷ്ടികളിലേക്ക് ചേർത്തി പറയുക, നിസ്ബത്ത് ചെയ്യുക, അതാണ് ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം. അതിനെക്കുറിച്ചാണ് അള്ളാഹു തആല അനുഗ്രഹങ്ങൾ നിഷേധിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്തുകൾ അവനിലേക്കല്ലാതെ മറ്റ് ആരിലേക്കെങ്കിലും ചേർത്തി പറയുന്നത് അത് ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. മനസ്സിൽ അറിയാം ഇത് അള്ളാഹുവിൽ നിന്നാണ്, എന്നിട്ട് നാവ് കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് ചേർത്തി പറയുന്നത് ഷിർക്കുൻ അസ്ഗറാണ്. എന്നാൽ മനസ്സിൽ തന്നെ അങ്ങനെ വിശ്വസിച്ചാലോ, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട്, അവന്റെ പ്രവൃത്തി കൊണ്ടല്ല എനിക്കിത് ലഭിച്ചത്, ഞാൻ സ്വതന്ത്രമായി അല്ലെങ്കിൽ എൻ്റെ പൂർവികർ സ്വതന്ത്രരായി അള്ളാഹുവിന്റെ സഹായമില്ലാതെ സമ്പാദിച്ചതാണ്, സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിച്ചാലോ അത് ഷിർക്കുൻ അക്ബറാകും, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഷിർക്കാകും. വഖാല ഔൻ ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് പറഞ്ഞു: യഖൂലൂന, മനുഷ്യർ പറയും, ലൗലാ ഫുലാനുൻ ലം യകുൻ കദാ, ഇന്ന ആൾ ഇല്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. ഇപ്പൊ പല വിഷയങ്ങളിലും ഇതുപോലെയുള്ള വാക്കുകൾ ആൾക്കാർ പറയാറുണ്ട്. ഇന്ന അധ്യാപകൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന വിഷയം പഠിക്കുമായിരുന്നില്ല, മനസ്സിലാക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒഴിവാക്കേണ്ടതാണ്. നേരെ മറിച്ച് എന്താണ് പറയേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സബബാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഡോക്ടർമാര് ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു സബബായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരുടെ പ്രവർത്തനം ഫലിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സബബാക്കിയിട്ടുള്ള മറ്റ് കാര്യങ്ങളുണ്ട്. നമ്മുടെ പൂർവികരുടെ സമ്പത്ത് അതൊരു സബബ് തന്നെയാണ് നമുക്ക് സമ്പന്നരാകാനുള്ള. അപ്പോ അങ്ങനെയുള്ള സബബുകളെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണോ? അല്ല. നേരെ മറിച്ച് എങ്ങനെ പറയണം? ലൗലല്ലാഹു സുമ്മ ഫുലാൻ, അള്ളാഹു അവൻ കഴിഞ്ഞിട്ട് ഇന്ന ആൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ല, അവിടെ എത്തുമായിരുന്നില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. വഖാല ഇബ്നു ഖുതൈബ റഹിമഹുല്ലാഹ് പറഞ്ഞു: യഖൂലൂൻ, ചില മനുഷ്യർ പറയും, ഹാദാ ബിശഫാഅത്തി ആലിഹതിന, മുശ്രിക്കുകളുടെ വാക്കാണ്. അവർക്ക് എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടായാൽ അവർ പറയും, ഇത് നമ്മുടെ ഇലാഹുമാരുടെ ശഫാഅത്ത് കൊണ്ടാണ്, അവർ അള്ളാഹുവിനോട് ശഫാഅത്ത് പറഞ്ഞ്, ശുപാർശ പറഞ്ഞ് നേടിത്തന്നതാണ്. ഇത് ഷിർക്കുൻ അക്ബറാണ്. അങ്ങനെ പറയുന്നത് ഷിർക്കുൻ അക്ബറാണ്. നേരത്തെ പറഞ്ഞ രണ്ടും മുജാഹിദ് റഹിമഹുല്ലാഹും അതുപോലെ തന്നെ ഔൻ ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് അവർ രണ്ടുപേരും പറഞ്ഞത് ഷിർക്കുൻ അക്ബറും അസ്ഗറുമാകാം. മനസ്സിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്നതിനെ നിഷേധിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ഷിർക്കുൻ അക്ബറാകും.
നേരെ മറിച്ച് നാവ് കൊണ്ട് മാത്രം അശ്രദ്ധമായി പറയുന്നതാണെങ്കിൽ അത് ശിർക്കുൻ അസ്ഗർ ആയിരിക്കും. വഖാല അബുൽ അബ്ബാസ് بعد حديث زيد بن خالد الذي فيه إن الله تعالى قال أصبح من عبادي مؤمن بي وكافر. നേരത്തെ നമ്മൾ അൽ-ഇസ്തിസ്ഖാഉ ബിൽ അൻവാ എന്ന് പറഞ്ഞ അധ്യായത്തിൽ നക്ഷത്രങ്ങളെ കൊണ്ട് മഴ തേടുക, നക്ഷത്രങ്ങൾ കൊണ്ടാണ് മഴയുണ്ടായത് എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ഹദീസാണ് ഇന്നല്ലാഹ തആല ഖാല അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ. ഇന്ന് പ്രഭാതത്തിൽ എന്റെ അടിമകളിൽ ചിലർ മുഅ്മിനായിരിക്കുന്നു, ചിലർ കാഫിറായിരിക്കുന്നു. അള്ളാഹുവിനെ കൊണ്ട് മഴ കിട്ടിയെന്ന് പറഞ്ഞവർ മുഅ്മിനാണ്, ഇന്ന നക്ഷത്രം കൊണ്ട് മഴ കിട്ടിയെന്ന് പറഞ്ഞവൻ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, കുഫർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ അധ്യായത്തിൽ പറഞ്ഞ ഈ ഹദീസ് അത് വിശദീകരിച്ചുകൊണ്ട് അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഹാദാ കസീറുൻ ഫിൽ കിതാബി വസ്സുന്ന. ഖുർആനിലും സുന്നത്തിലും ഇതുപോലെ ധാരാളം നസ്സുകളുണ്ട്, ധാരാളം പ്രമാണങ്ങളുണ്ട്, ആയത്തുകളും ഹദീസുകളുമുണ്ട്. യദുമ്മു സുബ്ഹാനഹു മൻ യുദീഫു ഇൻആമഹു ഇലാ ഗൈരിഹി വയുശ്രികു ബിഹി. ഈ പ്രമാണങ്ങളിൽ അല്ലാഹു തആല തന്റെ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് ചേർത്തി പറയുന്നതിനെ ദമ്മ് ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു. അങ്ങനെയുള്ള ധാരാളം ആയത്തുകളും ഹദീസുകളുമുണ്ട്. ഖാല ബഅദു സലഫ്, ചില സലഫുകൾ വിശദീകരിച്ചു അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക്, സൃഷ്ടികളിലേക്ക് ചേർത്തി പറയുക എന്നത് എന്താണ് ഉദ്ദേശം? ഹുവ കഖൗലിഹിം, മനുഷ്യരുടെ ഇന്ന ഇന്ന വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? കാനത്തി റീഹു തയ്യിബതൻ വൽ മല്ലാഹു ഹാദിഖൻ. കാറ്റ് നല്ലതായിരുന്നു, അതുപോലെ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ കഴിവുള്ളവനായിരുന്നു, വിദഗ്ധനായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള വാക്കുകളാണ്. അവർ ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല കാറ്റായിരുന്നു, കപ്പല് സഞ്ചരിക്കുന്ന സമയത്ത് കടലിൽ അപകടമില്ലാതെ രക്ഷപ്പെടാൻ, യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തെറ്റാണോ? അല്ല, നേരെ മറിച്ച് അതുകൊണ്ടാണ് നമ്മുടെ യാത്ര പൂർത്തിയായത്, അല്ലെങ്കിൽ ഇന്ന ഡ്രൈവറുടെ കഴിവുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തിയത് എന്ന് അള്ളാഹുവിന്റെ ഇസ്മ, അവന്റെ നാമം പറയാതെ, അവനിലേക്ക് ചേർക്കാതെ പറയുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആക്ഷേപിക്കുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, വനഹ്വു ഹാദാ, ഇതുപോലെയുള്ള വാക്കുകൾ മിമ്മാ ഹുവ ജാരിൻ അലാ അൽസിനതി കസീർ, ധാരാളം ആളുകളുടെ നാവിൽ സാധാരണ പുറപ്പെടുന്ന വാക്കുകളാണ് ഇതൊക്കെ. നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം, നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയും. ഇത് നമ്മൾ പരസ്പരം തടയേണ്ട കാര്യമാണ്. അറിയാതെ നമ്മുടെ നാവിലൂടെ വന്നു പോകും. ആ സമയത്ത് നമ്മൾ പരസ്പരം തിരുത്തി കൊടുക്കണം. എന്റെ മകനില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ അങ്ങനെ ആകുമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നു. അങ്ങനെ പറയുന്നത് ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദർ, അവന്റെ തീരുമാനമാണ് ഈ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. അവനിലേക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും ചേർത്തി പറയേണ്ടത്. ഇങ്ങനെ പറയുന്ന വാക്കുകളെ ഉലമാക്കൾ പലതായി വേർതിരിച്ചിട്ടുണ്ട്. ശിർക്കാകുന്ന, ശിർക്കുൻ അക്ബറാകുന്ന വാക്കുകളുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, ലൗലൽ വലിയു ഫുലാൻ ലഗരിഖ്തു, ഇന്ന വലിയില്ലായിരുന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ വീണപ്പോ മുങ്ങി മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ശിർക്കുൻ അക്ബറാണ്. നേരെ മറിച്ച് നമ്മളിപ്പോ കണ്ടതുപോലെ ഒരാൾ പറയാണ്, ലൗലല്ലാഹു, അല്ലെങ്കിൽ ലൗല ഫുലാൻ, ഇന്നയാള് വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ലഗരിഖ്തു, ഞാൻ മുങ്ങി മരിക്കും എന്ന് പറഞ്ഞാൽ അത് ശിർക്കുൻ അക്ബർ അല്ല, ശിർക്കുൻ അസ്ഗറാണ്. നേരെ മറിച്ച് ഒരാൾ പറയാണ്, ലൗലല്ലാഹു വ ഫുലാൻ, അള്ളാഹുവും ഇന്നയാളും ഇല്ലായിരുന്നെങ്കിൽ വാവ് കൂട്ടിയിട്ട് പറഞ്ഞാൽ അതും ശിർക്കുൻ അസ്ഗറാണ്. കാരണം അള്ളാഹുവിന്റെ കൂടെ ഒരാളെ ചേർത്ത് പറയാൻ പാടില്ല. നാലാമത്തെ രൂപം ലൗലല്ലാഹു സുമ്മ ഫുലാൻ, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാണ് അർത്ഥം. അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ, പിന്നെ ഇന്നയാളും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അള്ളാഹു, അവൻ കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ അധ്യാപകൻ, ഡോക്ടർ എന്നൊക്കെ പറയുന്നത് ജായിസാണ്. ഇങ്ങനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത അധ്യായം, ബാബു ഖൗലില്ലാഹി തആല ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നിദ്ദുകളെ സ്വീകരിക്കരുത്. നിദ് എന്ന് പറഞ്ഞാൽ രണ്ട് ആശയങ്ങളുണ്ട്. നിദ് എന്ന് പറഞ്ഞാൽ അൽ മിസ്ൽ വൽ മുളാദ്, തുല്യൻ, എതിരാളി. ഈ രണ്ട് അർത്ഥങ്ങളും കൂടിയതാണ് നിദ് എന്ന് പറയുന്നത്. നമുക്ക് തുല്യമായ ശക്തിയുണ്ട്, അവൻ നമുക്ക് എതിരുമാണ്. അങ്ങനെയുള്ള ആൾക്കാണ് നിദ് എന്ന് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ, അവന്റെ വിശേഷണങ്ങൾ, അതുപോലെയുള്ള മറ്റൊരു ആൾ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വസ്തു അള്ളാഹുവിന് പകരമായി നമ്മൾ അവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക, അതാണ് അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുക, നിദ്ദുകളെ സ്വീകരിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് വിശാലമായ ഒരു വാക്കാണ്. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ അസ്ഗറും ഒക്കെ അതിൽപ്പെടും. അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തിലും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണവും അള്ളാഹുവിന് മാത്രമായിരിക്കണം നമ്മുടെ ആരാധന. അതുപോലെ തന്നെ നമ്മുടെ ആരാധനകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കണം. അതിലൊന്നും
ഒരു ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫിൽ ആയ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് വിശാലമാണ്, ഈ ആയത്തിൽ ഷിർക്കുൻ അസ്ഗറും അക്ബറും ഉൾപ്പെടും എന്ന് മനസ്സിലാക്കി തരുന്ന വാക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അൻദാദു ഹുവ ഷിർക്ക്, അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് ഉദ്ദേശം. അഖ്ഫാ മിൻ ദബീബിൻ നംലി, ആ ഷിർക്ക് എന്ന് പറയുന്നത് അഖ്ഫാ മിൻ ദബീബിൻ നംലി, ഒരു ഉറുമ്പിന്റെ അത് അരിക്കുന്നതിനേക്കാൾ, ആ ഉറുമ്പിന്റെ ചലനത്തെക്കാൾ സൂക്ഷ്മമാണ്. അലാ സഫാത്തിൻ സൗദാ ഫി ദുൽമത്തിൽ ലൈൽ, സഫാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മൊട്ടക്കുന്ന്, ഒരു പാറ, അതിന്റെ മുകളിൽ പിന്നെ പുല്ലോ മണ്ണോ ഒന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞുകിടക്കുന്ന പാറക്കാണ് സഫാത്ത് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു പാറയുടെ മുകളിൽ, അത് കറുത്ത നിറമുള്ള പാറയാണ്, അതിനു മുകളിൽ ഫി ദുൽമത്തിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിൽ ആണ് ഈ ഉറുമ്പ് സഞ്ചരിക്കുന്നത്. ആ ഉറുമ്പിനെ കാണാൻ സാധിക്കും. രാത്രി പിന്നെ കറുത്തതല്ല, വെളുത്ത ഒരു പ്രതലത്തിൽ തന്നെ ഒരു ഉറുമ്പ് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ഉറുമ്പിന്റെ ചലനം പോലെ സൂക്ഷ്മമാണ് ഷിർക്ക്. വഹുവ അൻ തഖൂൽ, എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ പറയും വല്ലാഹി വഹയാതിക യാ ഫുലാന, ഒരാളെ വിളിച്ചിട്ട് പറയാണ്, ഒരു പെണ്ണിനെ വിളിച്ചിട്ട് വല്ലാഹി വഹയാതിക, സത്യം ചെയ്ത് പറയാണ്, അള്ളാഹുവും അതുപോലെ നിന്റെ ജീവനുമാണ് സത്യം, അതുപോലെ തന്നെ വഹയാതി, എന്റെ ജീവനാണ് സത്യം എന്ന് പറയും. ഇതുപോലെ പല പ്രയോഗങ്ങളും പല നാടുകളിലും വ്യത്യസ്ത രൂപത്തിലുണ്ടായിരിക്കും. ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. ഇങ്ങനെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുന്നത് അതിൽപ്പെടും. വതഖൂൽ, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും, ലൗലാ കൽബുഹു ഹാദാ ലഅതാനൽ ലുസൂസ്, ഈ നായ ഇല്ലായിരുന്നെങ്കിൽ കള്ളൻ വരുമായിരുന്നു, വീട്ടിൽ കള്ളൻ കയറുമായിരുന്നു, ഈ നായ കള്ളനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നായ വീട്ടിലുണ്ട് എന്നുള്ളത് കള്ളം വരാതിരിക്കാനുള്ള സബബ് തന്നെയാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് ചേർത്തി പറയേണ്ടത് ആദ്യം അള്ളാഹുവിലേക്കാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രമാത്രം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണിത്. അതൊക്കെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളത്, ഈ കിതാബ് തൗഹീദ് നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്, എങ്കിലേ ഈ തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുകയുള്ളൂ. നായയെ വീട്ടിൽ വളർത്താൻ പറ്റുമോ? നായ വീട്ടിൽ വളർത്താൻ പാടില്ല. ദറൂറത്തിനല്ലാതെ അനിവാര്യ ഘട്ടത്തിൽ കാവലിന് വേണ്ടി അത്രയും ആവശ്യമുണ്ടെങ്കിൽ, മറ്റു മാർഗങ്ങളില്ലാതായെങ്കിൽ മാത്രമേ നായയെ വളർത്താൻ പാടുള്ളൂ. നായയെ അനാവശ്യമായി വീട്ടിൽ വളർത്തിയാൽ ഓരോ ദിവസവും ആ വീട്ടുകാരന്റെ അമലിൽ നിന്ന് ഒരു ഖീറാത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മലയുടെ അത്രയും സ്വർണം, അത്രയും സ്വതക്ക ചെയ്ത പ്രതിഫലം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. അപ്പോൾ കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ കന്നുകാലികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒക്കെ അത്യാവശ്യ ഘട്ടത്തിൽ നായയെ വളർത്താൻ ഇളവുണ്ട്. വലൗലൽ ബത്തു ഫിദ്ദാരി ലഅതൽ ലുസൂസ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഒരാൾ, വീട്ടിൽ താറാവില്ലായിരുന്നെങ്കിൽ കള്ളന്മാർ വരുമായിരുന്നു. താറാവ് കള്ളനെ കണ്ടാൽ ഒച്ചയിടും, അങ്ങനെ വീട്ടുകാർ ഉണരും. അപ്പൊ അതില്ലായിരുന്നെങ്കിൽ കള്ളന്മാർ വരുമായിരുന്നു. വഖൗലു റജുലി സാഹിബിഹി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരനോട് പറയും, മാഷാ അല്ലാഹു വശിഅത, എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് നീയും ഉദ്ദേശിച്ചത്, അള്ളാഹു നീയും ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്ന് പറയാം. അതും ഷിർക്കുൻ അസ്ഗറാണ്. വഖൗലു റജുൽ, അതുപോലെ മറ്റൊരാൾ ഇങ്ങനെ പറയും, ലൗലല്ലാഹു വഫുലാൻ, അള്ളാഹുവും ഇന്നയാളും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. ലാ തജ്അൽ ഫീഹാ ഫുലാനൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തജ്അൽ ഫീഹാ ഫുലാനൻ, അതിൽ ഇന്നയാളെ നീ ഉൾപ്പെടുത്തേണ്ടതില്ല, ലൗലല്ലാഹു, അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ മതി. വഹാദാ കുല്ലുഹു ബിഹി ഷിർക്ക്, ഇതിലൊക്കെ ഷിർക്കുണ്ട്. ഇപ്പൊ പറഞ്ഞ ഈ വാക്കുകളൊക്കെ ബിഹി ഷിർക്കുൻ, അതിൽ ഷിർക്കുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് ഷിർക്കുൻ അസ്ഗറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം എന്താണ്? ഇങ്ങനെയുള്ള പ്രയോഗം, ഇതിൽ ഷിർക്കുണ്ട്, ഇന്ന വാക്കിൽ ഷിർക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തിയിൽ ഷിർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൻ അസ്ഗറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അല്ലെങ്കിൽ പറയാൻ എന്താണ്, ഇന്ന വാക്ക് ഷിർക്കാണ്, ഇന്ന പ്രവൃത്തി ഷിർക്കാണ് എന്നാണ് പറയുക. അപ്പൊ ഷിർക്കുൻ അസ്ഗറാണ് എന്നതുകൊണ്ട് അത് നിസ്സാരമാണ് എന്ന് വിചാരിക്കരുത്. നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് കബീറത്തുകളെക്കാൾ വലുതാണ്, വൻപാപങ്ങളെക്കാൾ വലുതാണ്. അതിനർത്ഥം ഷിർക്കുൻ അസ്ഗർ ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും വൻപാപങ്ങളായിട്ടുള്ള എല്ലാ പ്രവൃത്തികളെക്കാളും വലുതാണ് എന്നാണോ? അങ്ങനെയല്ല. ഷിർക്കുൻ അസ്ഗർ എന്നുള്ള വർഗം ഖബായിർ, വൻപാപങ്ങൾ എന്ന വർഗത്തെക്കാൾ ഗൗരവമുള്ളതാണ്. വൻപാപങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ അടുത്തുണ്ട്. കള്ളുകുടി, വ്യഭിചാരം, മോഷണം, കൊലപാതകം, ഇതൊക്കെ ഖബായിറുകളാണ്. ഇപ്പുറത്ത് ഷിർക്കുൻ അസ്ഗർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമസ്കരിക്കുമ്പോൾ മറ്റൊരാൾ കാണട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുക,
അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ലഫ്ലിയായ വാക്കുകൾ കൊണ്ടുള്ള ഷിർക്ക്, ലൗല അല്ലാഹു വ ഫുലാൻ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ. ഇങ്ങനെ ഷിർക്കുൻ അസ്ഗറിന്റെ ധാരാളം കണക്കിന് രൂപങ്ങളുണ്ട്. അപ്പോൾ ഈ കബായിർ എന്ന് പറയുന്ന വിഭാഗം ഷിർക്കുൻ അസ്ഗർ എന്ന വിഭാഗത്തെക്കാൾ ചെറുതാണ്. പക്ഷെ ഇതിനുള്ളിൽ ഷിർക്കുൻ അസ്ഗറിന്റെ ആ വ്യത്യസ്ത രൂപങ്ങളിൽ ചിലത് കബീറത്തുകളിലെ ചിലതിനേക്കാൾ ചെറുതായിരിക്കാം. ഒരു വിഭാഗം എന്നുള്ള നിലക്ക് ഷിർക്കുൻ അസ്ഗറാണ് കൂടുതൽ ഗൗരവമുള്ളത്. ഷിർക്കുൻ അസ്ഗറിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, അവർക്കതിന് ദലീലുണ്ട്. ഷിർക്കുൻ അസ്ഗർ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു ഷിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് ഷിർക്കുൻ അസ്ഗറും പെടും. കാരണം വേർതിരിച്ച് പറഞ്ഞിട്ടില്ല, ഷിർക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ റിയാ സഹിതം ചെയ്യുന്ന പ്രവൃത്തികൾ എന്തായിരുന്നാലും, പഠിക്കുന്നതാണെങ്കിലും നമസ്കരിക്കുന്നതാണെങ്കിലും നോമ്പ് കേൾക്കുന്നതാണെങ്കിലും ആളെ കാണിക്കാനാണെങ്കിൽ അത് വലിയ കുറ്റമാണ്. അപ്പൊ ഇഖ്ലാസോടുകൂടി ചെയ്യുക. ഇഖ്ലാസ് ഇല്ല എന്ന് തോന്നിയാൽ നമ്മുടെ നിയ്യത്ത് ശരിയാക്കാൻ പരമാവധി ശ്രമിക്കുക. രഹസ്യമായി അമലുകൾ ചെയ്യുക. ആരും കാണാത്ത സമയത്ത് ഇബാദത്തുകൾ ചെയ്യുക. അത് ഖുർആൻ പഠിക്കുന്നതാണെങ്കിലും ഓതുന്നതാണെങ്കിലും ദിക്റാണെങ്കിലും രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾ ഇഖ്ലാസിന്റെ അടയാളമാണ്. അപ്പോൾ ഷിർക്കുൻ അസ്ഗറിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇത് ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ടതാണ് ഈ വാക്കുകളൊക്കെ. റവാഹു ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാ ഹസനായ സനദോടുകൂടി ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഈ അഭിപ്രായം, ഈ ഖൗൽ. വഅൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇനി ഷിർക്കുൻ അസ്ഗറിന്റെ മറ്റൊരു രൂപം പറയുകയാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. ആരാണോ അല്ലാഹു അല്ലാത്ത മറ്റു വല്ലവരെയും പേരിൽ സത്യം ചെയ്യുന്നത്, ഫഖദ് കഫറ, അവൻ കുഫർ ചെയ്തിരിക്കുന്നു, ഔ അശ്റക, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ ഷിർക്കുൻ അസ്ഗറിന്റെ മറ്റൊരു രൂപമാണ് അല്ലാഹു അല്ലാത്ത വല്ലവരെയും പിടിച്ച് സത്യം ചെയ്യുക എന്നുള്ളത്. അത് അവരിൽ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ, ആ വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ കൈകടത്താൻ അള്ളാഹുവിന്റെ പ്രവൃത്തികൾ ഇടപെടാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ ഷിർക്കുൻ അക്ബർ ആകും. അതല്ല കേവലം നാവ് കൊണ്ട് സത്യം ചെയ്തതാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ വഹയാത്തി, എന്റെ ജീവനാണ് സത്യം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മലയാളത്തിൽ സാധാരണ ആളുകൾ പറയുന്ന ഉമ്മയാണ് ഉപ്പയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്തെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറാണ് ഇനി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫിഖ്ഹ് അറിവ് എത്രയുണ്ട് എന്ന് ഈ അസറിൽ നിന്ന് മനസ്സിലാകും. ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ, അല്ലാഹുവിന്റെ പേരിൽ കള്ളസത്യം ചെയ്യുന്നതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് കൂടുതൽ ഇഷ്ടം, മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖൻ, അല്ലാഹു അല്ലാത്ത മറ്റു വല്ലവരെയും പിടിച്ച് സത്യസന്ധമായി സത്യം ചെയ്യുന്നതിനേക്കാൾ. ഇപ്പോ ഒരു വലിയന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന വലിയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഒരു സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു കളവ് പറയലാണ്. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയുക എന്നുള്ളത് വൻപാപങ്ങളിൽ തന്നെ വളരെ ഗൗരവമുള്ളതാണ്. അൽ യമീനുൽ ഗമൂസ് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഗമൂസ് എന്ന് പറഞ്ഞാൽ ഗമസ എന്ന് പറഞ്ഞാൽ മുക്കി, പാപത്തിൽ മുക്കിക്കളയുന്ന സത്യം ചെയ്യൽ എന്നാണ് വിശ്വാസം പറഞ്ഞത്. അപ്പൊ അയാൾ പാപത്തിൽ മുങ്ങിക്കുളിച്ചതുപോലെയായി വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞാൽ വലിയ കുറ്റമാണ്. പക്ഷെ അതാണ് എനിക്കിഷ്ടം മറ്റു വല്ലവരുടെയും പേരിൽ സത്യം പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ. കാരണം എന്താ? അള്ളാഹുവിന്റെ പേരിൽ കള്ളസത്യം ചെയ്യുന്നത് കബീറത്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു, വൻപാപമാണ്. അള്ളാഹു അല്ലാത്ത മറ്റു വല്ല ബിംബത്തിന്റെയോ വലിയന്റെയോ മഹാന്മാരുടെയോ അങ്ങനെ വല്ലതിന്റെയും പേരിൽ സത്യം ചെയ്യുന്നത് ഷിർക്കാണ്. ഷിർക്കുൻ അക്ബർ ആകും ചില സമയത്ത് ഷിർക്കുൻ അസ്ഗർ ആകും, എന്തായാലും ഷിർക്കാണ്. അപ്പൊ ഷിർക്ക് എന്ന് പറയുന്നത് വൻപാപങ്ങളെക്കാൾ ഗൗരവമാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്തല്ല, അള്ളാഹുവിന്റെ പേര് കള്ളസത്യം ചെയ്യാമെന്നോ അത് നിസ്സാരമാണെന്നോ എന്നൊന്നുമല്ല, മറിച്ച് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ്. وعن حذيفة رضي الله عنه عن النبي صلى الله عليه وسلم قال لا تقولوا ما شاء الله وشاء فلان, അള്ളാഹുവും ഇന്ന ആളും ഉദ്ദേശിച്ചതുപോലെ എന്ന് നിങ്ങൾ പറയരുത്. വലാകിൻ ഖൂലു, മറിച്ച് നിങ്ങൾ പറയണം മാ ഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാൻ, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ പിന്നെ ഇന്നയാൾ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയണം. വഅൻ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ്, ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു അന്നഹു യക്റഹു അൻ യഖൂല അർ-റജുലു അഊദു ബില്ലാഹി വബിക, ഞാൻ അല്ലാഹുവിലും നിന്നിലും അഭയം തേടുന്നു എന്ന് പറയുന്നത് അദ്ദേഹം വെറുക്കുമായിരുന്നു. എന്താ വെറുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, സലഫുകൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ ഹറാം എന്നാണ് അർത്ഥം. കറാഹത്ത് എന്നുള്ള വാക്കിന് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന അർത്ഥം പിന്നീടുണ്ടായതാണ്.
പിന്നീടുള്ള ഫുഖഹാക്കൾ പറഞ്ഞതാണ്. ആദ്യകാലത്തുള്ള സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ കരിഹ എന്ന് പറഞ്ഞാൽ വിലക്കി, ഹറാമാക്കി എന്നാണ് അതിന്റെ അർത്ഥം. വയുജവ്വിസു അൻ യഖൂല, എന്നാൽ അദ്ദേഹം അനുവദിക്കുമായിരുന്നു എങ്ങനെ പറയാൻ, ബില്ലാഹി സുമ്മ ബിക, ഞാൻ അല്ലാഹുവിൽ അഭയം തേടിയിരിക്കുന്നു പിന്നെ നിന്നിൽ അഭയം തേടിയിരിക്കുന്നു എന്ന് പറയുന്നത് അനുവദനീയമാണ്. വയഖൂൽ, അതുപോലെ തന്നെ ലൗലല്ലാഹു സുമ്മ ഫുലാൻ, അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇന്ന വ്യക്തിയും ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയാം. വലാ തഖൂലു, നിങ്ങൾ എന്തു പറയരുത്, ലൗലല്ലാഹു വ ഫുലാൻ, അല്ലാഹുവും ഇന്ന വ്യക്തിയും ഇല്ലായിരുന്നെങ്കിൽ എന്ന് അള്ളാഹുവിന്റെ കൂടെ വാവ് കൊണ്ട് ചേർത്ത് നിങ്ങൾ പറയരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പൊ ഈ അധ്യായത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞതിൽ ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ അസ്ഗറും ഉൾപ്പെടും. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. അത് വാക്കുകൊണ്ടുപോലും, നമ്മുടെ നാവ് കൊണ്ടുപോലും നമ്മുടെ അടുക്കൽ സംഭവിക്കാൻ പാടില്ല. അടുത്ത അധ്യായം, ബാബു മാ ജാഅ ഫീ മൻ ലം യഖ്ന ബിൽ ഹലിഫി ബില്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞതിൽ തൃപ്തിപ്പെടാത്തവനെ കുറിച്ച് വന്നിട്ടുള്ള അധ്യായം. വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അതൊരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ കുറിച്ചുള്ള അധ്യായം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹ്ലിഫൂ ബി ആബാഇകും, നിങ്ങളുടെ ഉപ്പമാരുടെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യരുത്. എന്റെ ഉപ്പയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യരുത്. മൻ ഹലഫ ബില്ലാഹി ഫൽയസ്ദുഖ്, അതുപോലെ ആരാണോ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നത്, ഉപ്പാന്റെ പേരിൽ സത്യം ചെയ്യരുത് എന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ പേരിലേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുകയാണെങ്കിൽ ഫൽയസ്ദുഖ്, ആ സത്യത്തിൽ അവൻ സത്യസന്ധത പാലിക്കട്ടെ, കളവ് പറയരുത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ആദ്യം ശിർക്ക് വിലക്കി, പിന്നെയാണ് വൻപാപം വിലക്കുന്നത്. ഉപ്പാന്റെ പേരിൽ സത്യം ചെയ്യരുത് എന്നാണ് പറയുന്ന കാര്യം, സത്യമായാലും കളവായാലും എന്തായാലും തീരെ ചെയ്യരുത്. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുകയാണെങ്കിൽ പറയുന്നത് സത്യമായിരിക്കണം. അപ്പൊ ശിർക്ക് വിലക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമിനെ വിലക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഹറാമുകളിലൊക്കെ വളരെ സൂക്ഷ്മത ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ ഹറാമുകൾ കണ്ടാൽ അത് തിരുത്തി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. പക്ഷെ ശിർക്ക് എന്ന് കണ്ടാൽ അവർക്ക് യാതൊരു പ്രതികരണവും യാതൊരു വികാരവും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സംഘടനകളും സംഘങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് മറ്റു കാര്യങ്ങളായിരിക്കും താല്പര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പരിഗണിച്ചിരുന്നത്, ഒന്നാമത് ദഅവത്ത് ചെയ്തിരുന്നത് തൗഹീദിലേക്കായിരുന്നു. വമൻ ഹുലിഫ ലഹു ബില്ലാഹി, ഇനി പറയുന്ന കാര്യമാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. വമൻ ഹുലിഫ ലഹു ബില്ലാഹി, ആരോടാണോ അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്ത് പറയുന്നത്, നമ്മുടെ ഒരാള് വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ ഫൽയർദ, അവൻ തൃപ്തിപ്പെട്ടുകൊള്ളട്ടെ, അത് വിശ്വസിച്ചു കൊള്ളട്ടെ. വമൻ ലം യർദ, അവൻ വിശ്വസിച്ചില്ലെങ്കിൽ ഫലൈസ മിനല്ലാഹ്, അവനും അള്ളാഹുവുമായി ബന്ധമില്ല. എന്താ അതിന്റെ അർത്ഥം? ഒരാൾ നമ്മോട് സത്യം ചെയ്ത് ഒരു കാര്യം പറഞ്ഞു, വല്ലാഹി എന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നാമുമായി, നമ്മോട് അള്ളാഹുവിന് ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അള്ളാഹു ഒരാളോട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി എന്നർത്ഥം. എല്ലാ മുഅ്മിനീങ്ങളോടും അള്ളാഹുവിന് ബന്ധമുണ്ട്. അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു മുഅ്മിനീങ്ങളുടെ വലിയാകുന്നു, മുഅ്മിനീങ്ങളുടെ സംരക്ഷകനാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ വലായത്ത്, അള്ളാഹുവിന്റെ ബന്ധം എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉള്ളതാണ്, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉള്ളതാണ്. അപ്പൊ അള്ളാഹു ഒരാളിൽ നിന്ന് ബരീ ആണ്, ഒഴിവാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. അപ്പൊ ഒരാൾ നമ്മോട് സത്യം ചെയ്ത് പറഞ്ഞ കാര്യം നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാഫിറാകുമെന്നാണോ? ഉലമാക്കൾ പറയുന്നത് കാഫിറാകുന്ന സാഹചര്യമുണ്ട്, കാഫിറാകാത്ത സാഹചര്യമുണ്ട്. എപ്പോഴാണ് കാഫിറാവുക? ഒരാൾ പറയാണ് അള്ളാഹിന്റെ പേര് സത്യം ചെയ്താൽ പോരാ, ഇന്ന ആളുടെ പേര് സത്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ കാഫിറായി. കാരണം അള്ളാഹുവിനെ അവന് പോരാ, അള്ളാഹുവിനെ അവൻ ഇലാഹായി തൃപ്തിപ്പെടുന്നില്ല, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ അവന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് അള്ളാഹു പോരാ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ സത്യം ചെയ്ത ആളിൽ ഉള്ള അവിശ്വാസം കൊണ്ടാണെങ്കിൽ, അവൻ കളവ് പറയുന്നവനാണ് എന്നതുകൊണ്ടാണെങ്കിൽ അത് ശിർക്ക് ആവുകയില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല. അപ്പൊ ഇതാണ് ഈ ബാബിന്റെ ആശയം. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ഒരു തരത്തിലുള്ള ശിർക്കും ചെയ്യാതെ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് നല്ല ഒരു അവസാനം ഹുസ്നുൽ ഖാത്തിമയോടുകൂടി ദുനിയാവിൽ നിന്ന് മടങ്ങാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مسرف القلوب صرف قلوبنا على طاعتك، سبحانك وبحمدك واشهد ان لا اله الا انت استغفرك واتوب اليك.